ഹലോ ഡിയർ ലോ ആസ്പിരൻസ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ എക്സാം നോട്ടിഫൈ ചെയ്ത പോലെ തന്നെ സസ്പെൻസ് ആയിട്ട് ഇന്ന് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ രാത്രി തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. നിങ്ങളൊക്കെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പേർക്ക് നല്ല റാങ്കുകളിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ മെസ്സേജുകൾ പലപ്പോഴും കമൻറ്റുകളിലൂടെ കാണാൻ സാധിച്ചു. നിങ്ങളൊക്കെ നിങ്ങളുടെ റാങ്കുകൾ എത്രയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമായിരുന്നോ, നിങ്ങളത് കേൾക്കാറുണ്ടായിരുന്നോ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, റിസൾട്ടിലെത്താൻ സഹായിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഇനി നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? അപ്പം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഒരു സമയം വരാനുണ്ട്, അത് കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾ ലോ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് വരെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റിയുടെ റിസൾട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷം എന്ന വാക്കിന് ഒരു പര്യായമുണ്ടെങ്കിൽ അതിന്ന് ജോബ് സെക്യൂരിറ്റി ടീമാണ്. ആത്മസംതൃപ്തി എന്ന വാക്കിന് ഒരു പര്യായമുണ്ടെങ്കിൽ അതിന്ന് ജോബ് സെക്യൂരിറ്റി ടീമാണ്. കാരണം ഞങ്ങളുടെ മക്കൾ മികച്ച റിസൾട്ടുകളിലേക്കാണ് ഈ വർഷം എത്തിയിട്ടുള്ളത്. ഏകദേശം 100-നടുത്ത് കുട്ടികൾ ഗവൺമെൻറ് ലോ കോളേജിൽ, 100-ന് മുകളിൽ കുട്ടികൾ ഗവൺമെൻറ് ലോ കോളേജിൽ ഇത്തവണ കയറും, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കയറും എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് കിട്ടിയ റാങ്കിനേക്കാൾ ഒരു റാങ്കെങ്കിലും എൻ്റെ കുട്ടിക്ക് കൂടുതൽ കിട്ടിയതെങ്കിൽ അത്രയും സന്തോഷമുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ മക്കൾ 6ാം റാങ്കിൽ വന്നിട്ടുണ്ട്. ആൻ ജോർജ് പച്ചയിൽ എന്ന് പറയുന്ന നമ്മുടെ റെഗുലർ ഓഫ്ലൈൻ ബാച്ചിലുണ്ടായിരുന്ന ക്രാഷ് ഓഫ്ലൈൻ ബാച്ചിലുണ്ടായിരുന്ന മോള് പിന്നെ 6ാം റാങ്കിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 9ാം റാങ്കിൽ ക്രാഷ് ഓൺലൈൻ ബാച്ചിലെ ഐഷ ഷിയാര വന്നിട്ടുണ്ട്. അങ്ങനെ മികച്ച റാങ്കുകൾ, അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് റാങ്കുകളുണ്ട്. പക്ഷേ അത് മുഴുവൻ പറയാൻ നമുക്ക് ഈ വീഡിയോയിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. മികച്ച റാങ്കുകളിൽ നമ്മളെ കുട്ടികൾ വന്നിട്ടുണ്ട്. വലിയ സന്തോഷമാണ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റി ടീമിനുള്ളത്. ഞങ്ങളുടെ എല്ലാ മക്കളെയും ജോബ് സെക്യൂരിറ്റി ടീമിന് വേണ്ടി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ക്ലീയുടെ റാങ്ക് ലിസ്റ്റ് വന്നു, ഇനി എന്ത്? റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, വെബ്സൈറ്റിൽ 2-3 ദിവസത്തിനകം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഓപ്പൺ ആവും. ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് വേണ്ട കോളേജ് പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു 100 റാങ്കിൻ്റെ താഴെ വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഗവൺമെൻറ് ലോ കോളേജുകളും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെൽഫ് ജോയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ താഴെ റാങ്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ലോ കോളേജ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഗവൺമെൻറ് ലോ കോളേജിൽ നിങ്ങൾക്ക് വേണ്ട പ്രിഫറൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഇപ്പോൾ ഫസ്റ്റ് കോഴിക്കോട്, അല്ലെങ്കിൽ ഫസ്റ്റ് എറണാകുളം ലോ കോളേജ്, അല്ലെങ്കിൽ ഫസ്റ്റ് ട്രിവാൻഡ്രം ലോ കോളേജ്, അങ്ങനെ പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കും. ഇത് തന്നെ 3 ഇയറിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ഡേറ്റും 5 ഇയറിന് ഓപ്ഷൻ രജിസ്ട്രേഷന് മറ്റൊരു ഡേറ്റുമാണ് പൊതുവിൽ നമ്മൾ കാണാറുള്ളത്. അവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കണം. നിങ്ങൾ നല്ലൊരു റാങ്കിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കണം. ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പേജുകളിലും മറ്റുമൊക്കെ നമ്മളത് കൃത്യമായിട്ട് നമ്മളെ കുട്ടികൾ എന്തായാലും നമ്മൾ അറിയിക്കും. അപ്പോൾ നിങ്ങളും വെബ്സൈറ്റിൽ കയറിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷന് സമയമായിട്ടുണ്ടോ എന്ന് നോക്കണം. ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിഫറൻസിൻ്റെ പ്രകാരം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞാലാണ് പിന്നെ അലോട്ട്മെൻറ്റ് വരിക. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, ഓപ്ഷൻ രജിസ്ട്രേഷന് പൊതുവിൽ ഒരു ചെറിയൊരു ഫീസ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം അത് 1000 രൂപയായിരുന്നു. SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് 500 രൂപയായിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ചെറിയ എമൗണ്ട് കൂടി ഫീ ആയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. അപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വേണം. ഇന്ന കോളേജിൽ ഏതാണ് കോഴ്സ്, ഇപ്പോൾ എറണാകുളം ലോ കോളേജിലെ കോഴ്സ് ചെയ്ത്, ട്രിവാൻഡ്രം ലോ കോളേജിലെ കോഴ്സ് ചെയ്ത്, പിന്നെ കോഴിക്കോട് ലോ കോളേജിലെ കോഴ്സ് ചെയ്ത്, അത് BBA ആണോ, BCom ആണോ, BA ആണോ? ഈ BBAയും BComഉം തമ്മിലുള്ള വ്യത്യാസമൊക്കെ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് BBA LLB, എന്താണ് BCom LLB ഒക്കെ ഉള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിൽ വെച്ച് ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി ശ്രമിക്കുക. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു 2, 3, 4, 5 ദിവസങ്ങൾക്കിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നൊരു ദിവസമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടി എന്ന് പറഞ്ഞ കുട്ടികൾ നമ്മളെ വിളിക്കും. അപ്പോൾ നിങ്ങൾ കൊടുത്ത പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇന്ന കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഈ അലോട്ട്മെൻറ്റിൻ്റെ ദിവസം പോർട്ടലിൽ കയറിയാൽ നിങ്ങൾ കാണാം.
അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 2 ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അലോട്ട്മെൻറ്റ് മെമ്മോയും കാൻഡിഡേറ്റ് ഡാറ്റ ഷീറ്റും. ഇത് രണ്ടും നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുക. കാൻഡിഡേറ്റ് ഡാറ്റ ഷീറ്റിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എത്ര മാർക്കാണുള്ളത്, എത്രയാണ് നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്ന ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉള്ള ഒരു സംഗതിയാണ് ഈ കാൻഡിഡേറ്റ് ഡാറ്റ ഷീറ്റ്. ഇത് രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇതുമായിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ അവിടെ അത് ഈ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾ ഈ അഡ്മിഷൻ സമയത്ത് ആവശ്യമായ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, കാരണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ SLC നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. അതെല്ലാമായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. ഈ അഡ്മിഷൻ സമയത്ത് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട്, അത് നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതായതുകൊണ്ട് ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഫേസാണ്. ഈ ഫേസിൽ ഈ പറയുന്ന കാര്യങ്ങൾ പോർട്ടലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ആ അലോട്ട്മെൻറ്റ് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണല്ലോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ അവിടെ നിങ്ങളടുത്ത് പറയും ഇത്രാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻസ് സീക്ക് ചെയ്യണം എന്നുള്ളത്. ആ ഡേറ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഒരു 4-5 ദിവസമേ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ട് വേണം സിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇടാൻ. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തെടുത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഒരു തേർഡ് സ്റ്റേജ് വരുന്നത് കോളേജിൽ ജോയിൻ ചെയ്യുന്നതാണ്. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ കോഷ്യസ് ആവണം. അപ്പോൾ നിങ്ങളൊരു കോളേജിൽ കൊടുത്തു, ആ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ മേ ബി നിങ്ങൾ കൊടുത്തെടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുത്തോ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഡോക്യുമെൻറ്റ്സുമായിട്ടാണ് പോവുക. അതിനോടൊപ്പം ആവശ്യമായിട്ടുള്ള സിയുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ സമയത്ത് തന്നെ പ്രോസ്പെക്ടസിൽ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളതെന്നുള്ളത്. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തിന് പോകണം, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകണം. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഈ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യും. നിങ്ങളുടെ ഒറിജിനലും നിങ്ങൾ അപ്ലോഡ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യും. അതിനുശേഷം PTA ഫണ്ട്, മറ്റ് ഫണ്ടുകൾ, അല്ലാതെ ചില്ലറ പേയ്മെൻറ്റ്, ഫീസ്, ട്യൂഷൻ ഫീ ഒക്കെ അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിൽ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൽ നിന്നൊരു അഡ്മിഷൻ സ്ലിപ്പ് കിട്ടും. ആ അഡ്മിഷൻ സ്ലിപ്പും അഡ്മിഷൻ നമ്പറും ആയിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുഴുവൻ നിങ്ങളുടെ അഡ്മിഷൻ നമ്പറായിട്ട് വരും. ആ നമ്പറും നിങ്ങൾക്ക് പിന്നീട് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ABC രജിസ്ട്രേഷന്, മറ്റ് പോലുള്ള രജിസ്ട്രേഷൻസിനൊക്കെ നിങ്ങൾ ആ നമ്പറാണ് പിന്നീട് ഉപയോഗിക്കുക. അപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഘട്ടമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റിസർവേഷൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. അത് 1-2 ദിവസങ്ങൾക്ക് ശേഷം വരും. നിങ്ങളുടെ ഇപ്പോൾ വന്ന റാങ്ക് ലിസ്റ്റ് അല്ലാതെ നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിംസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോളേജിൽ അഡ്മിഷൻസ് കിട്ടുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു 3 ഫേസുകൾ കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പല കുട്ടികളും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒരു ഇത്തിരി റാങ്ക് പുറകിലായ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലായിരിക്കും നിങ്ങൾ കൊടുത്ത കോളേജിൽ സീറ്റ് കിട്ടുക. ചിലർക്ക് തന്നെ ഫസ്റ്റിൽ കൊടുത്തു, എന്നിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് കിട്ടി. അപ്പോൾ അവർ സെക്കൻഡ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആ കുട്ടികൾക്കും ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലായിരിക്കും പിന്നെ അഡ്മിഷൻസ് എന്ത് ചെയ്യുക, ലഭിക്കുക. അപ്പോൾ എഴുതി മികച്ച റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു കുട്ടിക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ പോകേണ്ട 3 ഫേസുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ചില കുട്ടികളുടെ റാങ്ക് ഒരിത്തിരി പുറകിലായിട്ടുണ്ടാവും. അതൊരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പരീക്ഷയൊന്നുമല്ല എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ അത്തരത്തിൽ ഇതിന് മുന്നേയും വേറെ പല സ്ഥലങ്ങളിലൊക്കെ പഠിച്ചിട്ട് നമ്മളെടുത്ത് അന്ന് റാങ്ക് മോശമായി പോയി, റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്യാം, അതിലൊരു കുഴപ്പമില്ല, അതിലൊരു മടി നിങ്ങൾ
നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. പലരും എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പലപ്പോഴും കിട്ടാറില്ല. റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് മികച്ച റിസൾട്ടിലേക്ക് അവരെത്താറുള്ളത്. ഞങ്ങളുടെ ഈ ബാച്ചിലും ഒരുപാട് റിപ്പീറ്റിലുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ലോ കോളേജിൽ കയറാൻ പോകുന്നു എന്നുള്ള സന്തോഷമാണ് ഇന്നലെ ഞങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റിനെ കുറിച്ച് ആലോചിക്കാം. അത്തരത്തിൽ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടെങ്കിൽ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയ ബാച്ചസിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. റെഗുലർ ബാച്ചസ് ഉണ്ട്, വീക്കെൻഡ് ബാച്ചസ് ഉണ്ട്. +2 പഠിക്കുന്ന കുട്ടിക്ക് വീക്കെൻഡ് ബാച്ച് ഉണ്ട്. ഡെയിലി ഇവിടെ വന്ന് പഠിക്കാനാണെങ്കിൽ വൈകുന്നേരം വരെ ക്ലാസ്സുള്ള റെഗുലർ ബാച്ച് ഉണ്ട്. അത് തന്നെ ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ഓപ്ഷൻ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സെൽഫിൽ പോയി ജോയിൻ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്നത് തന്നെയാണ്. കാര്യം അത്രയും വലിയൊരു ഫീസിൻ്റെ ബർഡൻ നിങ്ങളെ പാരൻസിന് നിങ്ങൾ കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ വളരെ കോഷ്യസ് ആയിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ ആലോചിക്കുന്ന ഒരാൾക്ക് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഒരു പരീക്ഷയാണ് ക്ലീ. എന്നാൽ ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന ഒരു ലോ എൻട്രൻസ് എക്സാമിനേഷനാണ് ക്ലാറ്റ്. അത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് ഡിസംബറിലാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്ലാറ്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മുന്നിലുള്ള നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനെക്കുറിച്ച് ഒരു റിപ്പീറ്റ് ചെയ്യുന്നതാണോ നല്ലത് അതോ ക്ലാറ്റിന് തയ്യാറെടുക്കുന്നതാണോ നല്ലത് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു സെൽഫിലൊക്കെ ജോയിൻ ചെയ്യുന്നതിലും എത്രയോ നല്ലത് തന്നെയാണ് ക്ലാറ്റ് പോലൊരു പരീക്ഷ എഴുതി കിട്ടി നാഷണൽ ലോ സ്കൂളിൽ കയറുക എന്നുള്ളത്. കാരണം ഇന്ത്യയിലെ നിയമം പഠിക്കാൻ ഏറ്റവും വലിയൊരു അവസരമാണ് പിന്നെ ക്ലാറ്റ് പോലുള്ള ഒരു പരീക്ഷ വഴി നിങ്ങൾക്ക് ലഭിക്കുക. അങ്ങനെ നിങ്ങൾ ക്ലാറ്റിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓപ്പണാണ്. ക്ലാറ്റിനൊക്കെ പഠിക്കുമ്പോൾ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള പരീക്ഷയാണ്. നിങ്ങളൊരു 6-7 മാസം മാറ്റി വെച്ച് ഡെയിലി ഓഫ്ലൈനായി വന്ന് മോക്ക് ടെസ്റ്റ് എടുത്ത് ഓഫ്ലൈനിൽ ഇത് ചെയ്ത് അതവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ പഠിക്കണം. അവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ടുള്ള, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂരിലൊക്കെ നമ്മളെ കുട്ടികളുണ്ട്, നെൽസറിലുണ്ട്, പിന്നെ NUJS കൊൽക്കത്തയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല റിസൾട്ടിലേക്ക് കുട്ടികളെ എത്തിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇത് ഓഫ്ലൈനായി വന്ന് ഓഫ്ലൈനിലെടുത്ത് പ്രോപ്പറായി കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ടെസ്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് കോച്ചിങ്ങും ഒരു ഓർഗനൈസ്ഡ് സ്റ്റഡിയും ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാറ്റ് പോലൊരു പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ, അലോട്ട്മെൻറ്റ്, കോളേജിലുള്ള ജോയിനിങ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഈ ഫേസസിനെ കുറിച്ച് ഓർക്കുക. പ്രോപ്പറായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് സംവദിക്കാം. നിങ്ങളുടെ റാങ്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.